ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചൊരു രസമാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തേങ്ങാപ്പാൽ രസം ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഹീറ്റിൽ. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചുവന്ന മുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ കരിവേപ്പില നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ 1/4 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം പുളി നന്നായിട്ട് കുതിർത്തി വെച്ചിട്ട് അതിൻ്റെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പുളി വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇത്രയും ചേർക്കാം. ഇതിലേക്ക് നമ്മളിനി ഒരു 1/4 കപ്പ് കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ തിക്കായി പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് അടച്ച് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കാം. 10 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ രസം നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.